നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുവാൻ നമ്മുടെ ഭാഷകളിൽ ഇതിങ്ങനെ അച്ചടിച്ച് തുകൽ ചുരുളുകളിലായിരുന്ന വചനത്തെ ആക്കി തരുവാൻ എത്രയോ ഭക്തന്മാർ, എത്രയോ മിഷണറിമാർ വില കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ബൈബിൾ തലയണക്കടിയിൽ വെച്ച് പേടി കിട്ടാതിരിക്കാൻ കിടന്നുറങ്ങാനുള്ളതല്ല. ഈ വചനം വായിച്ചിത് ധ്യാനിച്ച് ഈ വചനത്തിലെ ദൈവകൃപ ഏറ്റെടുക്കണം. ആമേൻ. ഈ ദൈവശക്തി ഏറ്റെടുക്കണം. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകുന്നത്. ഇന്ന് അനേകർക്ക് അറിയില്ല എന്തിനാ സ്നാനപ്പെട്ടതെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകരെന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അവർ പറയുന്നത്, ഞാൻ സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷേ എൻ്റെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കില്ല. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ആമേൻ, 1-2 പേരുടെ കാര്യത്തിൽ പരിശുദ്ധാത്മാ പറഞ്ഞു, ഇവരുടെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആമേൻ. ഞാൻ ചോദിച്ചു, എന്തോ ഒന്നുകൂടെ പറഞ്ഞേ? അവർ പറഞ്ഞു, അങ്ങ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അടുത്തത് കർത്താവിനോട് പറഞ്ഞു, മോനെ, എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എന്നോടും പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ. പറഞ്ഞു വന്നപ്പോൾ അമേൻ 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 അനേക വിശുദ്ധ പുണ്യവാളന്മാരുടെ അടുക്കലും പുണ്യവാളത്തിമാരുടെ അടുക്കലും പോയി മെഴുകുതിരിയും കത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ഫോട്ടോ യേശുവിൻ്റെയും. പേരെന്തുവാ? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അമേൻ അമേൻ വിടുതൽ വേണമെങ്കിൽ കർത്താവായ യേശുവിലേക്ക് തിരിയണം. 1/2 മണിക്കൂർ 1 മണിക്കൂർ സുശേഷം പറഞ്ഞു, ദൈവവചനം പറഞ്ഞപ്പോൾ 10-12 വർഷങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെട്ടെന്ന് പറയുന്ന ആള് പറയുകയാ, ഇതുപോലെ എനിക്ക് വചനം പറഞ്ഞു തരാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 12 വർഷം ഞാൻ വല്ലതിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിക്കത്തില്ലായിരുന്നു, ഞാൻ വല്ലതിൻ്റെ മുമ്പിൽ കുമ്പിടത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ചറിയുന്നു, യേശു ആണ് സർവശക്തൻ. ഇനി മറ്റൊരുത്തൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തത്തില്ല.